ഞാൻ ഈ സിനിമയുടെ സംവിധായകനാണ് വിപിൻ കൃഷ്ണ. എൻ്റെ മുമ്പത്തെ ചിത്രം 21 ഗ്രാംസ് ആയിരുന്നു. ഇപ്പോൾ സാഹസം എന്ന ഞങ്ങളുടെ സിനിമ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഞങ്ങൾ വളരെ 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 ഹാപ്പിയാണ്. കാരണം ഡയറക്റ്റ്ലി തിയേറ്റേഴ്സിൽ ഞങ്ങൾക്ക് ഒരുപാട് നല്ല പ്രതികരണങ്ങളും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടും മനസ്സിലാക്കി ഞങ്ങൾ എന്താണോ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിച്ചത്, ലൈക്ക് ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആയിരിക്കണം ഈ സിനിമ എന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങളെല്ലാവരും കൂടി ഈ പ്രോജക്റ്റ് പുൾ ഓഫ് ചെയ്തത്. അപ്പം അതേപോലെ തന്നെ വിചാരിച്ചതിനെക്കാട്ടും നന്നായിട്ട് ആളുകൾ ചിരിക്കുന്നു, എൻ്റർടൈൻഡ് ആവുന്നു, ഹാപ്പി ആവുന്നു. വളരെ സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ നിങ്ങളെല്ലാവരും മീറ്റ് ചെയ്ത് നമ്മൾ പരസ്പരം നമുക്ക് എല്ലാവരുടെയും സപ്പോർട്ട് വേണമല്ലോ. സോ അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് നമ്മളെപ്പോഴും പ്രസ് മീറ്റിൻ്റെ ഒരു റീസണിങ്ങും അത് തന്നെയാണ്. എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മൾ നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് വരുമ്പോൾ അതിന് ഇപ്പം ഞങ്ങൾക്കിവിടെ വേണ്ടത് ഓഫ്കോഴ്സ് ജനങ്ങൾ തിയേറ്റേഴ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു, നമ്പർ ഓഫ് ബുക്കിങ്സ് കൂടുന്നു, പോസിറ്റീവ് ടോക്ക് വരുന്നു, തിയേറ്ററിൻ്റെ ഉള്ളൊരു ഓളമാണ്, വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് വരുന്നത്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വിഷയം. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ അത് മീഡിയ, ഓൺലൈൻ മീഡിയ, സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ പ്രസന്റ്, ഈ മീഡിയയുടെ സപ്പോർട്ട് എപ്പോഴും ഏതൊരു സിനിമയ്ക്കും ആവശ്യമാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് പല സിനിമകളും അങ്ങനെ വിജയിച്ചിട്ടുമുണ്ട്. സോ ആ ഒരു കോൺഫിഡൻസിലും കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. വി ബിലീവ് നമ്മൾ ഞങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് വെച്ച് ദിസ് വിൽ വിൻ, ദിസ് ഇസ് വിന്നിങ്. അത് ഇനിയും കുറച്ചും കൂടിയും റീച്ചിലേക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. കാരണം പടം കണ്ടവർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ ഇന്നലെ സംസാരിക്കുകയായിരുന്നു, ഈ കൂലി വരാൻ പോവാണ്. കൂലി റിലീസാവുന്നതിൻ്റെ ഒരു ആഴ്ച മുമ്പ് നമ്മൾ പടമിറക്കി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സാഹസം. അല്ല, അത് അങ്ങനെ സംഭവിച്ചു പോയതാണ്, അല്ലാണ്ട് ഇതൊന്നുമല്ല. ഇതും നമ്മൾ അതിജീവിക്കുന്നത്. സോ ദാറ്റ് ഇസ് ഇറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ പേർപ്പസ്, നമുക്കറിയാം. സോ നീ അടുത്ത. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. ഇന്നിവിടെ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്ന എല്ലാവർക്കും, മീഡിയയിലുള്ള എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഈ മൂവിയുടെ തിയേറ്റേഴ്സിലൊക്കെ പോകുമ്പോൾ, ഞങ്ങൾ തിയേറ്റർ വിസിറ്റ്സിനൊക്കെ പോകുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഓൾമോസ്റ്റ് ഫുള്ളാണ്, വീക്കെൻഡാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അത് കൂടെ കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളൊക്കെ വീണ്ടും കണ്ടതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഈ പറഞ്ഞതിൻ്റെ ഒപ്പമൊക്കെ തുന്നിച്ചേർക്കാനുള്ള 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, ഈ പടം ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ വനിതാ വനിതയിൽ കണ്ടു പ്രേക്ഷകരുടെ ഒപ്പം, പിന്നെ ലുലു മാൾ PVR കണ്ടു, ഷേണൈസിൽ കണ്ടു, ഫോറം മാളിൽ PVR കണ്ടു. ആ കോൺഫിഡൻസിൽ പറയുകയാണ്, ഇവരെല്ലാവരും ഞങ്ങൾ ഒപ്പം വരുന്ന ഓഡിയൻസ്. നിങ്ങൾ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പറഞ്ഞ് ചിരിപ്പിക്കാനല്ല. ഒന്ന് ചിരിക്കടാ എന്ന് പറഞ്ഞ് ചിരിപ്പിക്കാൻ നമുക്ക് എത്ര പേരെ പറ്റും? എല്ലാ വികാരങ്ങളും അവരറിയാണ്ടാണ് പുറത്തേക്ക് വരുന്നത്. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നത് നിങ്ങളറിയാണ്ട് തന്നെയാണ്. ആ ഒരു വികാരം മനസ്സിലാക്കിയതിൻ്റെ കോൺഫിഡൻസിൽ പറയുകയാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് സാഹസം. ഇത് ഗ്യാരണ്ടിയാണ്, ഇത് എൻ്റെ ഗ്യാരണ്ടിയാണ്, ഈ ടീമിൻ്റെ ഗ്യാരണ്ടിയാണ്. ഇത് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ പല ജില്ലകളിൽ നിന്ന് ഒരുപാട്, ഇപ്പം കഴിഞ്ഞപ്പോൾ വെള്ളിയാഴ്ച റിലീസ് ചെയ്തതിനു ശേഷം ഒരുപാട് സ്ഥലത്ത് നമുക്ക് മെസ്സേജ് വന്നു, അവിടുത്തെ വീഡിയോസ് വന്നു, ആൾക്കാരിന് ചിരിക്കുന്നതും എൻജോയ് ചെയ്യുന്നതിൻ്റെയും. അപ്പം ഇത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊരു ജനദ്രോഹ പരിപാടിയല്ല, നമ്മളൊരു കലാപ്രവർത്തനമാണ്. ഈ കലാപ്രവർത്തനത്തിലൂടെ നമ്മൾ മുമ്പിലോട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കലയെ വിമർശിക്കാം, കലാകാരനെ വിമർശിക്കാം, പക്ഷെ കലയിൽ ഇപ്പൊ ഈ പടം എന്ന് പറഞ്ഞാൽ UNA ആണ് നമ്മുടെ സർട്ടിഫിക്കേഷൻ, 16+ ആണ്. ഇപ്പം ജീവ പറഞ്ഞ പോലെ ഇല്ലാത്ത വേപ്പിംഗ് ഉണ്ട്, കുടിക്കുന്നത്. ഇപ്പൊ പ്രേമത്തിലുണ്ടായിരുന്നു, ഒരുപാട് സ്ഥലത്ത് കുടിക്കുന്നു, ഭയങ്കരമായിട്ട് കുടിക്കുന്നു, നിങ്ങൾ ചെയ്യുന്നു. അത് ആ ബാച്ചിലേഴ്സ് ലൈഫിൽ എല്ലാ ബാച്ചിലേഴ്സും എല്ലാ കോളേജിൽ പഠിക്കുന്ന ആൾക്കാർ ചെയ്യുന്നു എന്നല്ല പറഞ്ഞാൽ, ആ പെർട്ടിക്കുലർ ഗ്യാങ്ങിലുള്ള ആൾക്കാർ അത് ചെയ്തു എന്നുള്ളതാണ്. 16+ ആയിട്ടുള്ള ഒരു പടത്തിലേക്ക് അതിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടുവരരുത്. അത് പാരന്റ്സിന്റെ ഉത്തരവാദിത്തമാണ്. അതിനു വേണ്ടിയിട്ടാണ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. അതിനെ നിങ്ങൾ എടുത്തെടുത്ത് വിമർശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തോട് കൂടിയാണ് ഞങ്ങൾ ഈ പടം ഇറക്കിയിരിക്കുന്നത്. അത് വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ തലയിലേക്ക് കയറ്റുക, എന്നിട്ട് നിങ്ങളാണ് ഉത്തരവാദിത്തോടുകൂടി പെരുമാറേണ്ടത്. ഞങ്ങൾ ഓൾറെഡി അത് ചെയ്തതാണ്. അപ്പൊ അത് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ പറയണം, ഇത് ഞങ്ങൾ ഒരു തെറ്റ് ചെയ്തില്ല, നമ്മളെ വെറുതെ വിമർശിക്കരുത്. കാരണം നമ്മൾ സർട്ടിഫിക്കേഷൻ കിട്ടി ഇറക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. ആ ഉത്തരവാദിത്വം നിങ്ങൾ കാണിക്കുക. എല്ലാ മീഡിയനോടും നന്ദി. ഇവിടെ പറയാനുള്ളത്, നമ്മൾ സിനിമ റിലീസാവുന്നതിന് പ്രിവ്യൂ ഒക്കെ കാണുന്നതിന് മുന്നേ ഒരുപാട് പ്രൊമോഷൻസ് ചെയ്തിരുന്നു, ഒരുപാട് കോളേജസിൽ പോയിരുന്നു. അവിടെയൊക്കെ എനിക്ക് പറയാനായിട്ട് ഉണ്ടായിരുന്നത്, നിങ്ങൾ സിനിമ കാണും, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് സിനിമയെ സ്വപ്നം കാണുന്ന ഒരു കൂട്ടം ആളുകൾ ചെയ്തൊരു സിനിമ എന്ന രീതിയിലാണ്. അല്ലാതെ ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇത് ഭയങ്കര അടിപൊളി പടമാണ്, നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ ഒന്ന് കാണണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ഈ കോൺഫിഡൻസ് വന്നത് ഇതിന്റെ പ്രിവ്യൂ കഴിഞ്ഞ് നമ്മുടെ റിലീസ് കഴിഞ്ഞപ്പോഴാണ്. കാരണം നമ്മളൊരു സിനിമ കാണാതെ അതിന്റെ അഭിപ്രായം പറയുക എന്നുള്ളത് ഈ സിനിമ കാണാതെ അതിന്റെ റിവ്യൂ പറയുന്നതിനനുസരിച്ചിരിക്കും. അപ്പം ഈ സിനിമ കണ്ട് ബോധ്യമായി, ഇത് തിയേറ്റേഴ്സിൽ വർക്കായി, ഓഡിയൻസ് എല്ലാവരും ഇത് ചിരിക്കുന്നുണ്ട്, നമ്മുടെ കൂടെ നമ്മുടെ ജേർണിയിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്, അവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിന് ശേഷമുള്ള കോളേജ് പ്രൊമോഷൻസിലാണ് ധൈര്യത്തോടെ ഞാൻ വന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ സിനിമ ധൈര്യമായിട്ട് കാണാം, നിങ്ങളുടെ പൈസ പോവില്ല, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും, നല്ലൊരു പടമായിരിക്കും എന്നുള്ളത്. സോ ആ കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഇപ്പോഴും ഞാനും എൻ്റെ ക്രൂവും എല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ ഓഫ് കോഴ്സ് നമുക്ക് ഇനിയും നമ്പർ ഓഫ് ടിക്കറ്റ്സ് കൂടാനുണ്ട്. കാരണം തിയേറ്റേഴ്സിലേക്ക് വരുന്ന സിനിമകൾ വളരെ വലിയ സിനിമകളാണ് ഇപ്പോഴും ഓഡിയൻസ് അറിയാറുള്ളത്. നമ്മുടെ ഒരു സിനിമ ഈ പറയുന്ന പോലെ ഒരു വലിയ ലാർജ് സ്കെയിലൊരു അനൗൺസ്മെന്റോ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ട്രംപ് കാർഡ് എന്ന് പറയുന്നത് ഓണം മൂഡ് സോങ് ആയിരുന്നു, അതാണ് എല്ലാവരിലേക്ക് എത്തിയത്. സോ അതുപോലെ സിനിമയും ഓഗസ്റ്റ് 8-ാം തീയതി തിയേറ്റേഴ്സിലേക്ക് എത്തി എന്നുള്ളത് ഇപ്പോഴും ഓഡിയൻസ് അറിയാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ അറിയുന്നുണ്ട്. സോ അത് ഇനിയും എത്തണം. ഇപ്പോഴും നമ്മുടെ സിനിമ നല്ല രീതിയിൽ തിയേറ്റേഴ്സിൽ വർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഒരു ഞായറാഴ്ച രാവിലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ വന്നതിന് താങ്ക് യു. സാഹസം ആക്ച്വലി ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. അതാണ് എനിക്ക് പേഴ്സണലി തിയേറ്ററിൽ കണ്ടപ്പോൾ തോന്നിയത്. ജീവ പറഞ്ഞ പോലെ OTT വരും അപ്പൊ കാണാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് പലവർക്കും ഉണ്ടാവും. അതിന് ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ ഈ സിനിമ സ്പെസിഫിക് ആയിട്ട് തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്യൂല. അതൊരു ഫാക്റ്റ് ആണ്. ബിക്കോസ് ഞങ്ങളുടെ ടെക്നിക്കൽ സൈഡിൽ ഞങ്ങൾ അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്തൊരു സിനിമയാണ് സാഹസം. ആൽബി ചേട്ടന്റെ ക്യാമറ വർക്ക്, ബിബിൻ അശോകിന്റെ മ്യൂസിക്, കിരണിന്റെ എഡിറ്റിംഗ്, ഇത് എടുത്ത് ക്രിട്ടിക്കലി എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും പാരലലായിട്ട് കുറെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സിനിമ, കിയോട്ടിക് ആയിട്ട് ഒരു എന്റർടൈനർ ആണ് ഞങ്ങൾ സാഹസത്തില് ഞങ്ങൾ എന്താ പറയാ ഒരു സിനിമയായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ തിയേറ്ററിൽ വരുന്ന എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒരു ഹെസിറ്റേഷൻ, അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ച റെസ്പോൺസ് ഉണ്ട്, എന്നാലും ഞങ്ങളുടെ ഒരു റീച്ച് കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹാപ്പി ആയിരിക്കും എന്നുള്ളൊരു ഫീലാണ്. അപ്പൊ എനിക്കും എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രിവ്യൂ കണ്ടപ്പോഴും ഓഡിയൻസ് ഇത് എങ്ങനെ സ്വീകരിക്കും ഉള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഞങ്ങളുടെ തിയേറ്റർ വിസിറ്റ്സും ഇന്നലെ ഞങ്ങളുടെ കുറച്ച് സെലിബ്രിറ്റി ഫ്രണ്ട്സിന്റെ കൂടെ തീർന്ന ഷോവും, സെലിബ്രിറ്റി ഷോ എപ്പോഴും യൂഷ്വലി അങ്ങനെ ചിരിയും കയ്യടിയൊന്നും കിട്ടാത്തൊരു ഷോ ആണ്. ബിക്കോസ് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളവര് അതിലും ക്രിട്ടിക്കൽ ആയിരിക്കുമല്ലോ. പക്ഷെ ഇന്നലെ തന്നെ ഞങ്ങൾ അവരെ ചിരിപ്പിച്ചെങ്കിൽ അത് ഞങ്ങളുടെ വിജയമായിരുന്നു. അപ്പോ ഇറ്റ് വാസ് ദ ടഫസ്റ്റ് ഓഡിയൻസ് ടു പ്ലീസ്. ഇന്നലത്തെ ഓഡിയൻസ് ആയിരുന്നു ഏറ്റവും ടഫ് ടു പ്ലീസ്. പക്ഷെ അവര് തന്നെ എൻജോയ് ചെയ്ത് നല്ല റിവ്യൂസ് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ഓഡിയൻസിന് ഒരു പക്ക എന്റർടൈനർ ആണ്. കുട്ടികൾക്കും എല്ലാ ഏജ് ഗ്രൂപ്പിനും ഫാമിലിക്കും യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ്. ഇതിന്റെ ഏത് മൂഡ് സോങ് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര റീച്ച് വന്നു. ആ പാട്ടിന് വേണ്ടി പലവരും വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുന്നവർക്കും വി ഹാവ് മോർ ടു ഓഫർ. സോ ഞങ്ങളൊരു അടിപൊളി മൂവി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. റംസാൻ ലീഡായിട്ട് വരുന്ന ആദ്യ ചിത്രമാണ്. ബിബിൻ അശോകിന്റെ ഒരു എന്റർടൈനർ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഒരു വലിയ സിനിമ അടുത്ത വീക്കെൻഡ് വരുന്നുണ്ട്. പക്ഷെ അതിനെയും മറികടന്ന് ഞങ്ങളുടെ സിനിമയെ വിജയിപ്പിക്കണം. താങ്ക് യു. നമ്മളെ ഷെയ്ക്കാൻ തന്നിട്ട് എടാ കലക്കി അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളോട് ഫോട്ടോ ഒക്കെ എടുത്തു. അത് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അത്രയ്ക്ക് കൺഫ്യൂഷൻ ഡെവലപ്പ് ചെയ്യാൻ അവസരമുള്ള ഒരു സിനിമയിൽ
അത്രയും പ്രായമുള്ളവർക്ക് വരെ മനസ്സിലാവുന്നുണ്ട്, അവർ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ വിചാരിച്ചൊരു കോളേജ് പിള്ളേർക്ക് മാത്രമേ കണക്റ്റ് ആവുള്ളൂ എന്ന് പ്രതീക്ഷിച്ചടുത്ത് ഇത്രയും വൈഡ് ഓഡിയൻസിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്, എത്തിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇനിയും സൂപ്പർ സ്റ്റാറുകളെയും അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് പടങ്ങളെയും മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്ന മലയാളികളെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ഇനിയും പ്രതീക്ഷയുണ്ട്, ഇത് ഇനിയും കൂടുതലടുത്തോട്ട് എത്തും, എത്തേണ്ട ഉണ്ടെന്ന് നമുക്ക് നല്ല വിശ്വാസമുണ്ട്. എത്തട്ടെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ആൾക്കാരും സപ്പോർട്ട് ചെയ്യുക.